ആനിമൽ. രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്റെ കൗസു, നീ പോവാ നോക്ക്. ആ നിരഞ്ജൻ സാറ് കണ്ടാൽ നിന്നെ എന്നെയും ചേർത്ത് പറപ്പിക്കും. അശോകൻ നിരഞ്ജന്റെ ഓഫീസ് റൂമിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. നിരഞ്ജൻ സാറിനെ പറപ്പിക്കാൻ മാത്രം ഞാൻ ഈ സ്റ്റേഷനിൽ ബോംബിടാൻ വന്നോന്നല്ല. കൗസു കെറുവോടെ പറഞ്ഞു. എന്റെ പൊന്നല്ലേ, നീ വീട്ടിൽ പോകണ്ടേ? അശോകൻ അവിടെ വീർത്ത കവിളിൽ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു. കൗസല്യയുടെ അശോകന്റെ വിവാഹ വാർഷികമാണിന്ന്. അതിന്റെ സന്തോഷത്തിൽ സ്റ്റേഷനിലുള്ളവർക്കെല്ലാം ചെറിയ സദ്യ ഉണ്ടാക്കി വന്നാണ് കൗസ്. രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കാനും അതെല്ലാവർക്കും സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കാനുമെല്ലാം കൗസല്യക്ക് ഏറെ ഇഷ്ടമാണ്. സാധാരണ എല്ലാ വിവാഹ വാർഷികത്തിനും ഇതേപോലെ ചെറിയൊരു സദ്യയും ഒരുക്കി കൗസല്യ സ്റ്റേഷനിലേക്ക് വരാറുള്ള പതിവാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. നിരഞ്ജൻ സാറിന് ഈ വക ചടങ്ങുകളൊന്നും ഒട്ടും ഇഷ്ടമല്ല. ജനങ്ങൾക്ക് പരാതി പറയാനും നിയമം നടപ്പിലാക്കാനും മാത്രമുള്ള സ്ഥലമാണ് സ്റ്റേഷൻ. അതിനിടയ്ക്ക് വേറെ കളിയോ ചിരിയോ ഒന്നും വേണ്ടെന്നാണ് നിരഞ്ജന്റെ ഒരു നിലപാട്. എന്താ ഇവിടെ ഒരു ബഹളം? അശോകന്റെ സംസാരം കേട്ടിട്ടാണ് ആദ്യത്തെ മുറിയിൽ നിരഞ്ജൻ ഇറങ്ങി വന്നത്. നിരഞ്ജനെ കാണെ അശോകന്റെ നെഞ്ചൊന്നിടിച്ചു. നിരഞ്ജനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അവനെന്തെങ്കിലും എനിക്കേട് പറഞ്ഞാൽ കൗസല്യക്ക് ദേഷ്യം വരും. തറുതല പറയാൻ കൗസല്യ ഒട്ടും മോശമല്ല. അത് പിന്നെ സാറ്, ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. എല്ലാ വർഷവും അവൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി വരും സ്റ്റേഷനിലുള്ളവർക്ക് കൊടുക്കാനേ. അതേപോലെ ഇന്നും വന്ന ഞാൻ പറഞ്ഞു സാറിനൊന്നും ഇഷ്ടമില്ലെന്ന്. അശോകൻ വല്ലായ്മയോടെ പറഞ്ഞു. നിരഞ്ജൻ കൗസല്യെ നോക്കി. 2-3 കവറുകളും തൂക്കി പിടിച്ച് ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് മൂപ്പത്തി. ചേച്ചി, ഇത് സ്റ്റേഷനല്ലേ, ഇവിടെ ഇങ്ങനത്തെ ആഘോഷമൊന്നും വേണ്ട, നിരഞ്ജൻ പതിയെ പറഞ്ഞു. അശോകൻ ഞെട്ടി നിരഞ്ജനെ നോക്കി. ഒന്നുമില്ലെങ്കിൽ തള്ള, അല്ലെങ്കിൽ പെണ്ണും പിള്ള. അങ്ങനെയാണ് സ്ത്രീകളെ നിരഞ്ജൻ അഭിസംബോധന ചെയ്യാറ്. ഈ 2 വാക്കുകളല്ലാതെ നിരഞ്ജന്റെ വായിൽ നിന്ന് മറ്റൊരു വാക്ക് അശോകൻ ഇതുവരെ കേട്ടിട്ടില്ല. അതും ഇത്രയും വിനയത്തോടെ. അശോകൻ അങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന കാണെ കൗസല്യ ചിരിയോടെ വാതിട്ടിൽ നിന്ന് ആ സ്റ്റേഷനകത്തേക്ക് അങ്ങ് കയറി. അയ്യോ മോനെ, ചേച്ചിയല്ല അമ്മ. ചർമ്മം കണ്ട പ്രായം തോന്നിക്കില്ലെന്നേ ഉള്ളൂ. ദേ, ഇങ്ങേരെക്കാളും 3 വയസ്സേ എനിക്ക് കുറവുള്ളൂ. കൗസു നിരഞ്ജനെ തിരുത്തി. ബെസ്റ്റ്. അങ്ങേര് നിന്നെ ചേച്ചിയെന്ന് വിളിച്ച് എന്നെ മുൻജന്മ സുഹൃത്തായിട്ട് കരുതിയാ മതി, അശോകൻ കൗസുവിനോട് അടക്കം പറഞ്ഞു. ചെവി കടിച്ചിന്നാകെ മാറിക്ക മനുഷ്യ, ഞാൻ മോനോട് സംസാരിക്കുന്ന കണ്ടില്ലേ? കൗസു തോൾ വെച്ച് അശോകനിട്ട് ഒരു ചെറിയ തള്ളങ്ങ് വെച്ചു കൊടുത്തു. നല്ല പ്രായത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ തരുമായിരുന്നെങ്കിൽ ഇപ്പൊ അതിന് ഏകദേശം മോന്റെ പ്രായം കാണുമായിരുന്നു. കൗസിൽ ഇപ്പോഴും ചിരിയാണ്, ആളെ മയക്കുന്ന ചിരി. അശോകനും ആ ചിരിയിലാണല്ലോ കമിഴി നടിച്ച് വീണത്. മോൻ കഴിച്ചായിരുന്നോ? കൗസു ചോദിച്ചു. ഇല്ല, നിരഞ്ജൻ വല്ലായ്മയോടെ മറുപടി പറഞ്ഞു. ഇല്ലേ, ഇത്രയും നേരമായിട്ടും കഴിച്ചില്ലേ? അല്ലെങ്കിൽ അത് നന്നായി. ഇന്നിപ്പോ അമ്മ കൊണ്ടുവന്ന് കഴിക്കാൻ ഇഷ്ടം പോലെ വയറിനകത്ത് സ്ഥലം കാണും. കൗസു പിന്നെയും ചിരിച്ചു. എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പറഞ്ഞു വിടൂ എന്നൊരു ഭാഗത്തിൽ നിരഞ്ജൻ അശോകനെ ദയനീയമായി നോക്കി. എന്നെ കൊണ്ട് ഒക്കത്തില്ല സാറേ എന്നൊരു മട്ടിൽ അശോകൻ കൈമലർത്തി കാണിച്ചു. ഇങ്ങനെ നിന്ന് കഥകളി കാണിക്കാതെ മോർണിംഗ് വന്നേ, അമ്മ ചോറ് വിളമ്പി തരാം. കൗസു നിരഞ്ജനെ കൈയും പിടിച്ച് വലിച്ച് ഉള്ളിലേക്ക് അങ്ങ് കയറി. ആ കവറും കൂടി എടുത്തോ മോനെ. ആദ്യത്തേക്ക് കയറുന്നതിനിടെ തറയിൽ വെച്ചിരുന്ന കവറുകൾ നിരഞ്ജന് കാണിച്ചു കൊടുത്തുകൊണ്ട് കൗസു പറഞ്ഞു. ബാക്കിയായ 2 കവർ എടുത്തുകൊണ്ട് ചവിട്ടി തുള്ളി കൗസുവിനൊപ്പം അകത്തേക്ക് പോകുന്ന നിരഞ്ജനെ കാണി അശോകന് ചിരി പൊട്ടി. സ്റ്റേഷനിലെ ആ ചെറിയ ടേബിളിനരികിൽ നിരഞ്ജൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അനുസരണയോടെ ഇരുന്നു. കൗസു ഓരോ പാത്രങ്ങളും പുറത്തെടുത്ത് നിരത്തി. ആവി പറക്കുന്ന മട്ടരിയുടെ ചോറ് കൗസു ആ വാട്ടിയെടുത്ത വാഴയിലേക്ക് വിളമ്പി. ഇത് അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാ. ഇതിന്റെ കൂടെ കഴിക്കാൻ ഈ പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ചിരിച്ചുകൊണ്ട് കൗസു പറഞ്ഞു. ആ ചൂട് ചോറ് മുകളിലേക്ക് നല്ല കുറുകിയ സാമ്പാർ കൗസു ഒഴിച്ചു. വശങ്ങളിലായി നല്ല നാടൻ ചേന മെഴുക്കുരുട്ടിയും ഇഞ്ചിക്കറിയും മീൻ വറുത്തവും വിളമ്പി. പിന്നെ വിഭവങ്ങൾ നിരന്നു. എന്താ മോനെ നോക്കിക്കുന്നു, കഴിക്ക്. ചൂടോടെ കഴിച്ചാൽ അതിന്റെ രുചി അറിയൂ, കൗസു സ്നേഹത്തോടെ നിരഞ്ജനെ നിർബന്ധിച്ചു. മടിച്ച് ആദ്യത്തെ ഉരുള വായിലേക്ക് വെച്ചപ്പോൾ നിരഞ്ജന്റെ കണ്ണുകൾ അറിയാതെയൊന്നും തിളങ്ങി. എങ്ങനെയുണ്ട് മോനെ, ഉപ്പേരിയൊക്കെ പാകാണോ? നല്ല രുചിയുണ്ട്, നിരഞ്ജൻ പണിപ്പെട്ടാണ് ആ വാക്കുകൾ പുറത്തെടുത്ത്. പാവം, ഈ പ്രായത്തിൽ ഇങ്ങനെ വെയിൽ കൊണ്ട് ഓരോ കേസിന്റെ പുറകെ നടക്കുമ്പോ സമയത്തിന് ആഹാരം കഴിക്കണ്ടേ? കൗസു അവന്റെ തലയിൽ വാത്സല്യത്തോടും തലോടി. അശോകൻ ഇത് കണ്ട് വായും പൊളിച്ച് നിന്നുപോയി. അകത്തെ മുറിയിൽ നിരഞ്ജൻ സാറ് കൗസല്യാമ്മയുടെ സ്നേഹശാസനങ്ങൾക്ക് വഴങ്ങി ചോറിനെന്ന് കണ്ട് പുറത്തു ബാക്കിയുള്ള പോലീസുകാർ പരസ്പരം നോക്കി കണ്ണും തള്ളി നിൽക്കുകയാണ്. റൈറ്റർ പത്മനാഭൻ പിള്ള കണ്ണട ഊരി തുടച്ച് ഒരിക്കൽ കൂടി അകത്തേക്ക് നോക്കി. ഒരു ഗർജിക്കുന്ന സിംഹല്ലേ ഇരുന്ന് സദ്യ ഉണ്ടെന്നേ? പത്മനാഭൻ പിള്ള ചോദിച്ചു പോയി. പുറത്ത് അന്തം വിട്ട് നിൽക്കുന്ന പോലീസുകാരെ കണ്ടതും നിരഞ്ജനൊന്ന് പതറി. പെട്ടെന്ന് തന്നെ തന്റെ പഴയ ഭാവന വീണ്ടെടുത്തു. എന്താ എല്ലാവരും അതിന് കൂടിക്കുന്നത്? ജോലിയൊന്നുമില്ലേ? വേണ്ട, ഒരു ഊണ് കഴിച്ചിട്ട് ജോലി ചെയ്യാൻ നോക്ക്. നിരഞ്ജൻ മുരണ്ടു. ആ മുരൾച്ചകൾക്ക് എല്ലാവരും 4 ദിക്കിൽ പാഞ്ഞു. കുറെ ദിവസമായി കാർത്തുവിനും ശരണിനോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയിട്ട്. പക്ഷേ എന്തോ തനിക്ക് തോന്നുന്ന പ്രേമമാണോ അതോ പ്രായത്തിന്റെ എടുത്തിയാട്ടമാണോ എന്നതിൽ ഇപ്പോഴും ചെറിയ സംശയമുണ്ട് കാർത്തുവിന്.
24 മണിക്കൂർ ഇങ്ങനെ പിന്നാലെ നടക്കുമ്പോൾ ഒരിത്തിരി കഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ശരണിനോട്. പിന്നെ ചെറിയൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. പക്ഷെ അത് പ്രേമമാണോ? പ്രേമ അസ്ഥിക്ക് പിടിക്കുന്നതാണല്ലോ പൊതുവെ പറയാറുള്ളത്. പക്ഷെ ശരൺ തന്റെ അസ്ഥി കയറി പിടിച്ചില്ലെന്നുള്ളത് കാർത്തുവിന് ഉറപ്പാണ്. എന്തായാലും കൊല്ലം കുറയായിട്ടുള്ള ശരണിനെ നടത്ത അവസാനിപ്പിക്കാൻ ഇന്ന് കാർത്തു തീരുമാനിച്ചിട്ടുണ്ട്. ഏറെ കൂട്ടുകാരികൾ കൂടെ നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് കാർത്തു ഈ സാഹസത്തിന് ഇറങ്ങിയത്. കോളേജ് കഴിഞ്ഞു വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇഷ്ടം പറയാനാണ് കാർത്തു തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് കോളേജ് വിട്ട് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ കാർത്തു ശരണിനോട് പറഞ്ഞിട്ടുമുണ്ട്. കാർത്തു ആ ബസ് സ്റ്റോപ്പിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കി. ബസ് കാത്തിരിക്കുന്ന കുട്ടികൾക്കിടയിൽ ശരണമുണ്ട്. കാർത്തുവിനെ കണ്ടപാടെ ശരണൊന്ന് ചിരിച്ചു. ഏറെ നാൾ വല വിരിച്ച് കാത്തിരുന്ന ഒരു സ്വർണ്ണ മത്സ്യം വലക്കുള്ളിൽ കയറിയതിന്റെ എല്ലാ സന്തോഷവും അവന്റെ മുഖത്തുണ്ട്. ശരണിനെ കണ്ടപ്പോൾ ഇഷ്ടം പറയണോ വേണ്ടോ എന്ന് പിന്നെയും ചിന്തിച്ചു പോയി കാർത്തു. എന്തായാലും പറയാൻ തീരുമാനിച്ചു. ഒരു 1-2 മാസം നോക്കിയിട്ട് സെറ്റ് ആവുന്നില്ലെങ്കിൽ തേച്ചേക്കാം കാർത്തു മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു. കാർത്തു ബസ് സ്റ്റോപ്പിലേക്ക് കയറുന്ന പാടെ ശരൺ അവിടെ അടുത്തേക്ക് വന്നു നിന്നു. കാർത്തിക, ശരൺ അത്രയും നേർമയായി വിളിച്ചു. കാർത്തു പിടയുന്ന മിഴികളോട് അവനെ നോക്കി. തനിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ശരൺ ആകാംക്ഷയോടെ ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ അന്നേരം ഒരു കഴുകന്റെ കൗശലമായിരുന്നു. അത് കാർത്തുന്ന് വിക്കി. ഇതുവരെ ഇല്ലാത്ത വിക്കലും വിറയിലും കാർത്തുവിനെ വന്ന് മൂടി. ഈ പ്രേമൊന്നും വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ, അവൾ മനസ്സിൽ ഓർക്കുകയും ചെയ്തു. എന്താണ്, എന്തുപറ്റി? ആകെ വിയർത്തല്ലോ. ചിരിയോടെ ശരൺ ചോദിച്ചു. ശരൺ, അത് കാർത്തു എന്തോ പറയാൻ തുടങ്ങും മുമ്പേ ബസ് വന്ന് സ്റ്റോപ്പിൽ നിന്നിരുന്നു. പകുതി കുട്ടികൾ അതിൽ കയറി. അതിന് പിന്നാലെ കണ്ടക്ടറും കയറി വാതിലടച്ചു. തൊട്ടടുത്ത നിമിഷം എങ്ങുന്നോ പാഞ്ഞു വന്ന ഒരുത്തൻ ആ ബസ്സിനുള്ളിൽ വാതിൽ പോലും തുറക്കാതെ ആ കണ്ടക്ടറെ വെളിയിലേക്ക് വലിച്ചിട്ടിരുന്നു. അയാൾ ആ ടാറിട്ട റോഡിലേക്ക് മലന്നടിച്ച് വീണു. കാർത്തുവും ശരൺ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. നാറി, നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളുമില്ലേ? കണ്ടക്ടർ വലിച്ചിട്ട് അവൻ അയാളെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഒരെണ്ണം കരണം പോശം കൊടുത്തു. ആരാ മോളെ അത്? കാർത്തുവിന്റെ അടുത്ത് നിന്നിരുന്ന ഒരു സ്ത്രീ അവളോട് അടക്കം ചോദിച്ചു. അറിയില്ലേ ചേച്ചി, കുടുംബക്കാരാണ് തോന്നുന്നു. കേട്ടില്ലേ, അമ്മയും പെങ്ങളെല്ലാം അന്വേഷിക്കുന്നു. കാർത്തുവിന്റെ മറുപടിയിൽ ആ സ്ത്രീ കണ്ണു ചുരുക്കി അവളൊരു നോട്ടം നോക്കി. അല്ല പിന്നെ, ഒരു മാസീൻ ലൈവായി കാണുന്നതിനിടയില തളയുടെ കിന്നിരിക്കല്. കാർത്തു അവരെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് മുന്നിൽ നിന്ന് പിള്ളേരെയും വകഞ്ഞു മാറ്റി മുന്നിൽ പോയി നിന്ന് കാഴ്ച കണ്ടു. അടി എന്നൊക്കെ പറഞ്ഞ ഇജാതി അടി, തീ പാർന്ന അടി. വന്നവനെയും നിന്നവനെയും എല്ലാം ഒരുത്തനും ഒറ്റക്ക് നിന്ന് അടിക്കുന്നുണ്ട്. ആ നിന്നടിക്കുന്നവന് അന്നേരം കാർത്തുവിന്റെ ഉള്ളിൽ ഒരു സൂപ്പർമാന്റെ പരിവേഷമായിരുന്നു. ഒരു പോപ്കോൺ കൂടെ വേണമായിരുന്നു, കാർത്തു നിരാശയോടെ ഓർത്തു. അല്ലെങ്കിൽ ആ കണ്ടക്ടർക്ക് അത് കിട്ടണം. അയാളുടെ നോട്ടവും തട്ടലും മുട്ടലും ഒക്കെ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് കാർത്തുടക്കം പല പെൺകുട്ടികളും ആ ബസ്സിലുള്ള വരവങ്ങ് നിർത്തിയത് പോലും. കയ്യിൽ കിട്ടി ഇരുമ്പോടി കൊണ്ട് അവൻ ആ കണ്ടക്ടർ ഇടത്തെ കൈയിലേക്ക് ആഞ്ഞടിച്ചു. ഇനി എങ്ങാൻ പെൺകുട്ടികളെ തൊട്ടാലുണ്ടോ നായേ? സൂപ്പർമാൻ നിന്ന് അലറുന്നുണ്ട്. സൂപ്പർമാൻ ചേട്ടാ, അത് ഇടത്തെ കയ്യാ, വാനത്തെ കൈ വെച്ചാ അങ്ങനെ തൊടാറ്. കാർത്തു സൂപ്പർമാനെ ഇടതും വലതും മാറിപ്പോയ വിവരം ഗ്രഹിപ്പിച്ചു. ആ കണ്ടക്ടർ ആ മണ്ണിൽ കിടന്ന് അവള് ദയനീയമായി നോക്കി. ഓ സോറി പെങ്ങള്, തിരക്കിനിടയിൽ സൈഡ് മാറിപ്പോയി. സൂപ്പർമാൻ കണ്ടക്ടറുടെ അടുത്ത് കൈയങ്ങ് തല്ലിയൊടിച്ചു. എല്ലാം കഴിഞ്ഞ് കടിച്ചാൽപ്പെട്ട ആ 4 ഡയലോഗും പറഞ്ഞ് അങ്ങേര് പോകുമ്പോൾ പറക്കാൻ കഴിവില്ലെന്നൊരൊറ്റ കുറവ് മാത്രമേ അങ്ങേരിൽ കാർത്തു കണ്ടുള്ളൂ. അല്ലെങ്കിലും ദൈവം എല്ലാം കൂടി ഒരു മനുഷ്യന് കൊടുക്കില്ലല്ലോ. ദൈവമേ, ഇനി ഇതായിരിക്കും പണിക്കര് പറഞ്ഞ ചെക്കൻ? കാർത്തു പതിയെ ഉള്ളിൽ ചോദിച്ചു. പിന്നെ ആകെ ഒരു ബഹളമയമായിരുന്നു അവിടെ. നാട്ടുകാർ ഓടിക്കൂടുന്നു, പോലീസ് വരുന്നു, ആംബുലൻസ് വരുന്നു, അങ്ങനെ അങ്ങനെ. ഡോ, താൻ പറയാനുള്ള പറഞ്ഞില്ല. ശരൺ പിന്നെ അവളെ വിഷയത്തിലേക്ക് വലിച്ചിട്ടു. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്ന് അങ്ങോട്ട് പറയുമ്പോഴേക്കും ഓടിച്ചാണെങ്കിൽ വന്നേക്കുക. ഓണത്തിന്റെ അടുക്ക അവന്റെ പുട്ടുകച്ചവടം. കാർത്തു അവന്റെ നേരെ 4 ചാട്ടം. ശരൺ വായി പൊളിച്ച് നിന്നുപോയി. ദൈവമേ, ആ പോയ സൂപ്പർമാൻ ഫേസ്ബുക്കിൽ ഉണ്ടാവണേ. എന്റെ ഫേസ്ബുക്ക് ദൈവങ്ങളെ അടിയിലൊന്ന് സഹായിച്ചേക്കണേ. അടുത്ത ബസ്സിൽ കയറുന്നതിനിടയിൽ കാർത്തു മനമൊരുകി പ്രാർത്ഥിച്ചു. പാറു തിരക്കിട്ട് നിരഞ്ജന്റെ വീട്ടിലേക്ക് നടന്നു. രാവിലെ ജോലിക്ക് പോയപ്പോൾ ഫോൺ അവിടെ വെച്ച് മറന്നായിരുന്നു. തിരികെ അത് എടുത്തിട്ട് 1-2 പേര് അത്യാവശ്യമായി വിളിക്കാനുണ്ട്. കടയിലേക്ക് വേണ്ട പൊരിക്കടികൾ ഉണ്ടാക്കാൻ വേണ്ട പൊടികളും മറ്റും മേടിക്കാനുള്ള ദിവസമാണിന്ന്. ടൗണിൽ ഒരു കടയുണ്ട്. അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ അവർ സാധനം എത്തിക്കും. ഒന്നാകെ മേടിക്കുന്നതുകൊണ്ട് ഇത്രയും ലാഭത്തിൽ കിട്ടും സാധനങ്ങൾ. ഇന്നേരം സാധാരണ നിരഞ്ജൻ വീട്ടിലുണ്ടാവാറില്ല. ജാനകിയമ്മയും തന്നെയും കാണും വീട്ടിൽ. പാറു ഓർത്തുകൊണ്ടങ്ങ് നടന്നു. നിരഞ്ജന്റെ വീടിരിക്കുന്ന വഴിയിലേക്ക് കയറിവാടെ ധന്യ പുറത്തു നിൽക്കുന്ന പാറു കണ്ടു. പക്ഷെ അവൾ തനിച്ചല്ല, ഒപ്പം വേറൊരു പുരുഷനും കൂടി ഉണ്ടായിരുന്നു. അകലെ നിന്ന് പാറുവിനെ കണ്ടപാടെ ധന്യയിൽ വെപ്രാളം നിറഞ്ഞു. അവൾ പേടിയോടെ ചുറ്റും നോക്കുന്ന പാറു ശ്രദ്ധിച്ചു. എന്തോ കള്ളത്തര ഒളിപ്പിക്കുന്ന പോലെ. പാറുവിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ വരകൾ വീണു. ധന്യ അടുത്ത് നിൽക്കുന്ന പുരുഷനോട് എന്തോ പറയുന്നു. അന്നേരം തന്നെ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നു. പാറുവിനെ കണ്ടപ്പോൾ വെപ്രാളത്തോടെ ആ വഴിയിൽ ഒതുക്കിയ ബൈക്കിൽ കയറി പോകുന്നു പാറു ശ്രദ്ധിച്ചു. ധന്യ അപ്പോൾ തന്നെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി.
പാറുവിനെന്തോ മനസ്സിലാ കാഴ്ച കരട് വീണ പോലെ തോന്നി. പാറു അകത്തേക്ക് കിടക്കുമ്പോൾ ആ ഹാളിൽ ധന്യ ഇരിപ്പുണ്ട്. എന്താ പാറു ഈ നേരത്ത്? ധന്യ എടുത്ത് ചോദിച്ചു. പാറു ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. എന്നും വെക്കാറുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ ഫോൺ എടുത്തുകൊണ്ട് തിരികെ ഹാളിലേക്ക് വന്നു. വരുന്നതിനിടയിൽ അവൾ അകത്തെ മുറിയിലേക്ക് നോക്കി. അവിടെ ജാനകിയമ്മ നല്ല ഉറക്കത്തിലാണ്. അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ അമ്മയ്ക്ക് നല്ല മയക്കമാണ്. പാറു ഓർത്തു. ഞാനിത് എടുക്കാമെന്നാ പാറു പറഞ്ഞു. ഓ, ഇതിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ധന്യപതിയെ പറഞ്ഞു. ഇത്രയും നേരം നടന്നാണോ വന്നേ? സൈക്കിൾ എടുത്തില്ലേ? അല്ല, നിനക്ക് ഇതിൽ കുടിക്കാൻ വേണോ? ധന്യ ആദ്യത്തെ പരിഭ്രമില്ലാതെ ചോദിച്ചു. ആരായിരുന്നു അത്? ധന്യയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ പാറു മറു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ അതുവരെ ധന്യയുടെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞു പോയി. ആര്? ധന്യ ആരോടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചിരുന്നില്ലേ? അയാൾ ആരാണെന്ന് ചോദിച്ചേ പാറു ഒരിക്കൽ കൂടെ ചോദിച്ചു. നിരഞ്ജൻ പറഞ്ഞ കഥനകഥ ഇപ്പോഴും പാറുവിൽ നല്ല വെടിപ്പായി ഓർമ്മയുണ്ട്. അതിൽ മൊട്ടിൽ നിന്ന് വിരിയുന്നതിന് മുമ്പേ ഒരുത്തനെ സ്വന്തം അച്ഛന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു കയറ്റി വരുത്തിയാണ് ധന്യ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള അവൾ എന്തും ചെയ്യുന്നൊരു തോന്നലാണ് പാറുവിന്. ധന്യൊന്നും പറഞ്ഞില്ല. അതെന്തിനാ പാറു അറിയുന്നേ? നേരത്തെ ശബ്ദത്തിൽ ധന്യ ഉള്ളിലെ ഭയം മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. പറയാൻ മടിയാണെങ്കിൽ ധന്യ പറയണ്ട, എന്നാലും അറിയാൻ എനിക്ക് ഇത്തിരി ആകാംക്ഷ ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൊ പിന്നെ എന്റെ സംശയം ഞാൻ നിരഞ്ജൻ സാറിനോട് അങ്ങ് ചോദിച്ചോളാം. പുച്ഛത്തോടെ ധന്യെ നോക്കിക്കൊണ്ട് പാറു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം ധന്യ അവളുടെ കയ്യിൽ പിടിച്ചു. പാർവതിയെ തിരിഞ്ഞു നോക്കി. ദയനീയമായിരുന്നു അവളുടെ മുഖം. അതെന്റെ ഭർത്താവാ, ജയേട്ടൻ, ധന്യ വിതുമ്പലോടെ പറഞ്ഞു. അങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പാറു ചെറുതായും ഞെട്ടി. അവൻ കാരണല്ലേ നീ കൈമുറിച്ച്? പാറു എടുത്ത് ചോദിച്ചു. ധന്യ നിറഞ്ഞാണുകളോടെ തലയാട്ടി. പിന്നെന്താ അവൻ വീണ്ടും ഇവിടെ? പോലീസ് ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും അയാളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം അയാളുടെ അമ്മയുടെ പേരിലും. അത് പിൻവലിക്കണമെന്ന് പറയാൻ വന്നാ. ധന്യ എങ്ങലടിച്ചു. പാറു സമാധാനത്തോടെ അവൾ നോക്കി നിന്നു. എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട് പാറു. പക്ഷെ ജയേട്ടനോട് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ബുദ്ധിയുറക്കാത്ത പ്രായം തൊട്ട് അങ്ങ് എൻ്റെ ഉള്ളിൽ കയറി കൂടിയതാ. അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ അയാളെ സ്നേഹിച്ച്. എന്നിട്ടും അയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചു. എൻ്റെ വേദനകൾ അയാൾ ആനന്ദം കൊണ്ടു. എന്നിട്ടും എനിക്ക് അയാളെ വെറുക്കാനോ പൊറുക്കാനോ പറ്റുന്നില്ല പാറു. അയാളിപ്പോൾ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക. എനിക്ക് വേണ്ടി ഇതെല്ലാം ചേട്ടനോട് പറയാം. പക്ഷേ ചേട്ടൻ്റെ സ്വഭാവം അറിയാലോ, വെട്ടൊന്ന് തുണ്ട രണ്ടെന്ന സ്വഭാവം. ചേട്ടൻ അങ്ങേരെ എന്തെങ്കിലും ചെയ്താലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല പാറു. ഞാൻ അത്രമാത്രം ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ധന്യ മുഖംപൊത്തി കരഞ്ഞുപോയി. എന്തോ അതുവരെ ഉരുകാത്ത പാറുവിന്റെ മനസ്സ് അന്നേരെ ഉരുകിപ്പോയി. ലോകത്തിനു മുമ്പിൽ ധന്യ പറയുന്നെല്ലാം വിഡ്ഢിത്തരമാവും. പക്ഷെ പാറുവിന് ധന്യ മനസ്സിലാവും. കാരണം പാറു ഇതേപോലെയാണ് ജിതിനെ സ്നേഹിച്ചിരുന്നത്. ജിതിൻ ചെയ്യുന്ന ക്രൂരതകളെല്ലാം കണ്ടിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി വിടുകയായിരുന്നു പാറു. കാരണം ധന്യ പറഞ്ഞു തന്നെ, ആ ദ്രോഹിയെ താൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെ. പാറു ദീർഘമായൊന്ന് ശ്വസിച്ചു. സാരല്ല, പോട്ടെ, ആൾ ധന്യെ ആശ്വസിപ്പിച്ചു. ധന്യൊരു തണൽ കിട്ടാൻ കാത്തിരുന്ന പോലെ പാറുവിന് നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി. ഏയ് കരയാതെ. ധന്യയുടെ കണ്ണുനീർ കൊണ്ട് നെഞ്ചു കുതിർന്നപ്പോൾ പാറുവളുടെ നെറുകിൽ പതിയെ തലോടി. ചെയ്തു കൂട്ടിയതിനത്രയും അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാണ് അവൾ ഒറ്റപ്പെടുത്തിയെന്ന് ഓർത്തുപോയി കല്ലു. നിന്റെ ചേട്ടൻ ഈ പരിസരത്ത് വരുവാണെങ്കിൽ നമുക്ക് രണ്ടാൾ കൂടി അങ്ങനെ നന്നായിട്ട് സ്നേഹിച്ചു വിടാം, പാറു അണപ്പലേരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടോ? പാക്രു ശ്വാസം വിടാൻ പോലും മറന്ന ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്താ, അങ്ങേരില്ലേ എല്ലാവരും പറന്നടിക്കായിരുന്നു. കാർത്തു കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വായുവിലെത്തി ആവേശത്തോടെ പറഞ്ഞു. പറന്നോ? പാക്രു കണ്ണുരുക്കി അവളെ നോക്കി. അങ്ങനെയാണെങ്കിൽ നീ കണ്ട പോലെ സിംഗ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരിക്കും ചേച്ചി. സോറി പറന്നല്ല, നിന്നടിക്കായിരുന്നു. അതൊരു ഫ്ലോയിൽ പറഞ്ഞപ്പോ അതിശയോക്തി കയറി വന്നതാ. കാർത്തൊന്ന് ചമ്മി. എന്നാലും ആ സൂപ്പർമാനെ ഫേസ്ബുക്കിൽ തെരഞ്ഞിട്ട് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ലല്ലോ പക്രു. അതാ എന്റെ സങ്കടം. ഇനിയിപ്പൊ കിട്ടില്ലായിരിക്കും, പക്രു നിസ്സാരമായി പറഞ്ഞു. എടാ മരഭൂതമേ, ചങ്കി കുത്തുന്ന വർത്താനം പറയല്ലേ. എങ്ങനെയെങ്കിലും അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് വളച്ച് സെറ്റാക്കാൻ നോക്കുമ്പോഴാ അവന്റെ ഒരു നെഗറ്റീവ് ടോക്ക്. കാർത്തു അവർ നോക്കി കണ്ണുരുട്ടി. നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല കാവേരി. കാർത്തുവിന് എന്തെങ്കിലും പറഞ്ഞ് ജസ്റ്റ് ആ ഹോട്ടൽ മുറി വരെ ഒന്ന് എത്തിച്ചാൽ മാത്രം മതി, ശരൺ കാവേരിയോട് പറഞ്ഞു. അതൊക്കെ ഞാൻ എത്തിക്കാം, പക്ഷെ എനിക്കതിലെന്താ ലാഭം? കാവേരി കണ്ണുകൾ ചുരുക്കി ശരണിനെ നോക്കി. നീ പറയുന്ന പൈസ അത് എത്രയാണെങ്കിലും ഞാൻ തരും. ഉറപ്പാണോ? ഉറപ്പാണേ. അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു മയത്തിലൊക്കെ ചോദിക്കണം. ലക്ഷങ്ങളൊന്നും മറിക്കാൻ പറഞ്ഞേക്കരുത്. അതിന് മാത്രമൊന്നുമില്ല ആ ചായക്കടക്കാരി പെണ്ണ്. എന്നാ പിന്നെ ഒരു 20 അങ്ങ് തന്നേക്ക്. 20? അതൊക്കെ ഇത്തിരി ഓവറല്ലേടി. ഒന്ന് താഴ്ത്തി പിടിക്കേണ്ട കാവ്യ നീ. ശരൺ ഒരു വിലപേശലിന് ഒരുങ്ങി. 20,000 എന്തായാലും വേണം ശരൺ, അതിനാണ് ആ പൈസ കുറയത്തില്ല. ആ ഓക്കെ, തന്നേക്കാം. പക്ഷേ പറഞ്ഞ കാര്യം നടക്കണം. ശനിയാഴ്ച അവളെ പറഞ്ഞ സ്ഥലത്തെത്തിക്കണം. അത് ഞാൻ ഏറ്റു.
കാവ്യയും ശരണ കൈ കൊടുത്ത് പിരിയുന്ന ആ നിമിഷം മുതൽ കാർത്തുവിന്റെ ജീവിതത്തിൽ ഗ്രഹണം നിഴലിച്ച് തുടങ്ങിയിരുന്നു. എടോ, ഇന്നെങ്കിലും താൻ എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി പറയണം. എത്ര കാലം ഞാൻ ഈ നടത്തു തുടങ്ങിയിട്ട്? നെവിന്റെ സ്വരത്തിൽ നിരാശയോടെ പലതും ദേഷ്യവും കലർന്നിരുന്നു. നെവിന് എന്റെ പിന്നാലെ നടത്ത നേരങ്ങ് നടക്കുമായിരുന്നെങ്കിലേ അയ്യപ്പനെ കണ്ട് തൊഴുത് വരായിരുന്നു. പാറു രാഘവത്തോടെ പറഞ്ഞു. താൻ എന്നെ കളിയാക്കുവാണോ? നെവിന് ശരിക്കും ദേഷ്യം വന്നു. ഓ, അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നെവിനുണ്ടല്ലേ, വലിയ ഉപകാരം, പാറു പുച്ഛത്തോടെ പറഞ്ഞു. അല്ലാതെ പാറു എന്ത് ചെയ്യാനാണ്? ഒരു വട്ടം തന്നെ വിവാഹം കഴിഞ്ഞതാണെന്നും അതിൽ താൻ ഒരിക്കൽ ഗർഭിണിയായതാണെന്നെല്ലാം അവനോടാവുന്നത്ര പാറു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. ഇത്രയൊക്കെ ഓതി കൊടുത്തിട്ട് ആ പൊട്ടനത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഈ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടായിട്ടൊന്നല്ലോ നെവിന്. പിന്നെ അമ്മയെ കണ്ടാൽ മുട്ടുവർക്കാൻ താൻ ഈ പണിക്കൊക്കെ നിൽക്കണം. തൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞാലേ പറപ്പിക്കും തന്നെ. പാറു അത്രയും കൂടെ പറഞ്ഞോടെ നെവിന്റെ ദേഷ്യം അങ്ങ് ഇരട്ടിയായി. ഞാൻ ആരെ വിവാഹം ചെയ്യണം തീരുമാനിക്കാൻ ഞാനാണ്, അല്ലാതെ എൻ്റെ അമ്മയല്ല. പാറുവിന് നെവിന്റെ വീറോടെയുള്ള പറച്ചിൽ കേട്ട് ചിരി വന്നു പോയി. ചിരി വരാണ്ടിരിക്കുക പിന്നെ അമ്മയെ കണ്ടാൽ മുട്ടുവർക്കുന്ന ചെറുക്കനായി കിടന്ന് പ്രസംഗിക്കുന്നു. പാറു ഒന്നും പറയാതെ അങ്ങ് നടന്നു നിന്നു. നെവിൻ അവളെ നോക്കി നിന്ന് പോയി. ചേച്ചിക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു നെവിനേട്ടാ. പുറകെ വന്ന കാർത്ത് നെവിൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എൻ്റെ കാര്യത്തിൽ? നെവിൻ കണ്ണുരുക്കി ഇരുവരെയും നോക്കി. ആർക്ക്? നിനക്കും ബക്രുവിനും. ഒവ്, അതുണ്ട്. അതില്ലാതിരിക്കോ? നെവിൻ ചേട്ടനെ ഒരാൾ ചേച്ചിയുടെ ജീവിതത്തിലോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാർത്തു മനസ്സ് തുറന്നു. എന്നാലേ നിന്റെ ചേച്ചിയുടെ പിന്നാലെ നേരെ നടന്നിട്ട് കാര്യമില്ല. കുറച്ച് വളഞ്ഞ വഴി നോക്കിയാലേ കാര്യം നടക്കൂ. നെവിൻ പാറുപോയ വഴിയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അതെന്ത് വഴി? കാർത്തു നങ്കടിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ നീ വഴി അറിഞ്ഞാൽ മതി. നിന്റെ ചേച്ചിയെ കൊണ്ട് തിരിച്ച് സ്നേഹിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ചേച്ചിക്ക് എനിക്ക് ധൈര്യം പോരാ എന്നൊരു തോന്നലുണ്ട്. അമ്മയെ കണ്ടാൽ മുട്ടുറക്കുന്നവരാണ് ഞാനെന്ന് പോലും. ആ തോന്നൽ ആദ്യം കൊണ്ട് മാറ്റി കൊടുക്കട്ടെ. നെവിൻ അങ്ങ് നടന്നു നീങ്ങുമ്പോൾ അവൻ പറഞ്ഞൊന്നും മനസ്സിലാവാതെ കാർത്തു അങ്ങനെ നിന്നുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.